ഇത് ഞാൻ മുമ്പൊരിക്കൽ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ഇങ്ങനെ വിചാരിച്ച സമയത്ത് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ സഞ്ചാരപാതയിൽ ആകെ ഉള്ള വിശ്വാസം ഒരിടത്ത് എത്തിയിരിക്കും, ഉറപ്പാണ് എത്തിയിരിക്കും. അതിന് ഞാൻ എൻ്റെ ഒപ്പമുള്ളവനെ പണിയാൻ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവരെക്കാട്ടിയൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദൈവം എന്നെ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ തമ്മിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഈഗോ ഇപ്പം മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരാൾ നമ്മളെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ തരം താഴ്ത്തുകയോ ചെയ്താൽ അവന് മുകളിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കും, തിരിച്ച് ഞാൻ സംസാരിക്കും. അത് ഈഗോ കൊണ്ടല്ല, അത് ഒരുത്ത് നമ്മളെ കരുതിക്കൂട്ടി നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ നിന്റെ മുമ്പിൽ താഴാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്ന ഒരു വിപ്ലവകാരിയുടെ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, അത് ആത്മാഭിമാനമാണല്ലോ. അതേ ഉള്ളൂ. അല്ലാണ്ടൊന്നും ഒരിക്കലും ഇല്ല. അതിപ്പോൾ ഞാൻ വർക്ക് ചെയ്ത സിനിമയിൽ വർക്ക് ചെയ്തപ്പം നമ്മുടെ അതായത് വലിപ്പച്ചെറുപ്പം പറയാമല്ലോ, ഞാൻ എപ്പോഴും അവരോട് പോയി പറയും, ഈ മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന ആക്ഷൻ പറയുമ്പോഴും കട്ട് പറയുന്നതിൻ്റെ ഇടയിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഡയറക്ടർ. അതാണ് എൻ്റെ ജോലി. അതിനിപ്പുറത്ത്